ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. OnePlus 8, OnePlus 8 Pro, OnePlus 8T എന്നീ ഫോണുകളിൽ അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ സിസ്റ്റം, ഗാലറി, നെറ്റ്വർക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൂൾ കിറ്റ് കേസിൽ ട്വിറ്റർ കള്ളം പറയുകയാണെന്നും എൻക്വയറി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുകയാണ്. ഷവോമിയുടെ 2021 ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ റവന്യൂ 55% കൂടി എന്നാണ് റിപ്പോർട്ട്. സ്മാർട്ട് ഫോൺ റവന്യൂ മാത്രം 69.8% കൂടിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം US-ൽ ഡ്രോപ്സ് എന്ന പുതിയ ഫീച്ചർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഷോപ്പിംഗ് സെക്ഷനാണ്. 2021 ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സ്മാർട്ട് വാച്ച് മാർക്കറ്റ് 35% ഗ്രോ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ആപ്പിളാണ് ഒന്നാം സ്ഥാനത്ത്, 33.5% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഹുവാവെയാണ് രണ്ടാം സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്ത് സാംസങ് ആണ് വരുന്നത്. ഒരു യൂട്യൂബർ PS5 മരം വെച്ചിട്ട് റീഡിസൈൻ ചെയ്തുണ്ടാക്കിയിരിക്കുകയാണ്. സൂമിൽ ഐപാഡ് പ്രോയിൽ സെൻട്രൽ സ്റ്റേജ്, അതുപോലെ എക്സ്പാൻഡഡ് ഗാലറി വ്യൂ എന്നീ ഫീച്ചേഴ്സ് റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. Paytm 21,800 കോടി രൂപ റേസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. OnePlus 7, OnePlus 7T എന്നീ ഫോണുകളിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഫീച്ചർ വരില്ല എന്നാണ് റിപ്പോർട്ട്. ഡെൽ ലാറ്റിറ്റ്യൂഡ് 7320, 7410, 7420, 9420, 9520, 5320, പിന്നെ ഡെൽ പ്രിസിഷൻ 3560, ഡെൽ ഒപ്റ്റിപ്ലക്സ് 7090 അൾട്ര, 3090 അൾട്ര, 5090 എന്നീ ലാപ്ടോപ്പുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഡെൽ ലാറ്റിറ്റ്യൂഡ് 7320യും അതുപോലെ 7420യും 2-in-1 ഡിറ്റാച്ചബിൾ ഡിവൈസാണ്. എക്സ്ബോക്സ് ബെത്തിസോൾ E3 2021 ഷോക്കേസ് ജൂൺ 13 നടക്കും. ജിമെയിലിൽ നിന്നും ഫോട്ടോ ഡയറക്റ്റ് ഗൂഗിൾ ഫോട്ടോസിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമെയിലിൽ പുതിയ ബട്ടൺ ആഡ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ പ്ലേ സംതിങ് എന്ന ഫീച്ചർ ആൻഡ്രോയിഡിൽ ടെസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏതെങ്കിലും കണ്ടൻസ് പ്ലേ ചെയ്യും. അൺചാർട്ടഡ് 4 എന്ന ഗെയിം PC-ലോട്ടും വന്നേക്കാം എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഒരു ടാർഗറ്റഡ് റീജിയൻ ഇന്ത്യ ആയിരിക്കും. സോണി PS5ൻ്റെ പ്രീ ഓർഡർ സ്റ്റോക്ക് ഇന്ത്യയിൽ മിനിറ്റുകൾ കൊണ്ട് സോൾഡ് ഔട്ടായി. നെറ്റ്ഗിയർ ഓർബി RBK852 Wi-Fi 6 മെഷ് സിസ്റ്റം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ കവറേജ് ഏരിയ വരുന്നത് 350 സ്ക്വയർ മീറ്ററാണ്. ഇതിൻ്റെ വില വരുന്നത് 61,999 രൂപയാണ്. ട്വിച്ചിൽ ട്രാൻസ്ജെൻഡർ എന്ന ടാഗ് ആഡ് ചെയ്തിരിക്കുകയാണ്. ക്രോം 91ൻ്റെ പുതിയ അപ്ഡേറ്റ് ആൻഡ്രോയിഡിനും iOS-നും ലിനക്സിനും macOS-നും വിൻഡോസിനും വേണ്ടിയിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ റീഡിസൈൻ ചെയ്തിട്ടുള്ള UI വരുന്നുണ്ട്, പിന്നെ എൻഹാൻസ്ഡ് PWA വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രോസൺ ടാബ് ഗ്രൂപ്പ്സ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പേപ്പാലിൽ ക്രിപ്റ്റോ കറൻസി തേർഡ് പാർട്ടി വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാനുള്ള ഫീച്ചർ എത്തും. ആപ്പിൾ ചിലപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലോട്ട് കടന്നേക്കാം. പുതിയ ജോബ് ലിസ്റ്റിങ്ങിൽ ക്രിപ്റ്റോ കറൻസി എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് മിസ്ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നവർക്കെതിരെ ഫേസ്ബുക്ക് ആക്ഷൻ എടുക്കും. IT മിനിസ്ട്രി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനോട് കോംപ്ലയൻസ് സ്റ്റാറ്റസും അതുപോലെ ഓഫീസറെ കോൺടാക്ട് ഡീറ്റെയിൽസും ചോദിച്ചിരിക്കുകയാണ്. ഈ നിയമം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഇപ്പം പാലിച്ചിട്ടില്ല. ട്വിറ്റർ ഇന്ത്യയിലെ പുതിയ IT നിയമം പാലിക്കുമെന്ന് ട്വിറ്റർ പറഞ്ഞിരിക്കുകയാണ്. സാംസങ് അടുത്ത കൊല്ലം അവസാനം വരെ LCD ഡിസ്പ്ലേ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട്. 2020 അവസാനത്തോടെ LCD ഡിസ്പ്ലേ നിർമ്മാണം സാംസങ് നിർത്തുമെന്ന റിപ്പോർട്ടുകൾ മുമ്പുണ്ടായിരുന്നു. OnePlus വെൽപേപ്പർ എന്ന വാൾപേപ്പർ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഉപയോഗത്തിനനുസരിച്ചിട്ട് വാൾപേപ്പർ മാറും. ഓപ്പോ എൻകോ ഫ്രീ 2 എന്ന TWS ചൈനയിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ 30 മണിക്കൂർ ബാറ്ററി ലൈഫ് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ വില വരുന്നത് 599 യുവാനാണ്, അതായത് ഏകദേശം 6,800 രൂപ. സോണി WF-1000 XM4 എന്ന TWS-ൽ ബെറ്റർ ആയിട്ടുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഇതിൽ LDAC സപ്പോർട്ട് ചെയ്യും. ലോങ്ങർ ബാറ്ററി ലൈഫും ലഭിക്കുന്നതായിരിക്കും. ഇതിൽ V1 ചിപ്പായിരിക്കും ഉപയോഗിക്കുക. സ്മാർട്ട് ഫോൺ ഷിപ്മെൻറ്റ് അടുത്ത കൊല്ലം 7.7% കൂടുമെന്നാണ് IDC റിപ്പോർട്ട്. നിൻറ്റൻഡോ സ്വിച്ച് പ്രോ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 7 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ DLSS സപ്പോർട്ട് ചെയ്യും. ആപ്പിളിൻ്റെ പുതിയ ബീറ്റ്സ് സ്റ്റുഡിയോ ബഡ്സ് ബാസ്കറ്റ്ബോൾ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ലെബ്രോൺ ജെയിംസ് യൂസ് ചെയ്യുന്നതായിട്ട് ഇമേജിൽ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഹുവാവെ വാച്ച് 3 ജൂൺ 2 ലോഞ്ച് ചെയ്യും. ഇതിൽ ഹാർമണി OS സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ജൂൺ 18 ലോഞ്ച് ചെയ്യുമെന്ന് പ്രമുഖ സ്പോർട്സ് ഗെയിമറായിട്ടുള്ള മാക്സ്റ്റൺ പറഞ്ഞിരിക്കുകയാണ്. ഐക്യയുടെ പുതിയ ഷോപ്പിംഗ് ആപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അഹമ്മദാബാദ്, ഹൈദരാബാദ്, മുംബൈ, പൂനെ, സൂരത്ത്, വഡോദര എന്നീ സിറ്റീസിലാണ് ഇപ്പം ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ദുബായ് അവരുടെ സ്വന്തം ദുബായ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. COVID-19 വാക്സിൻ കോവിൻ സ്ലോട്ട് ബുക്കിംഗ് അടുത്ത് തന്നെ തേർഡ് പാർട്ടി ആപ്പിൽ നിന്നും ബുക്ക് ചെയ്യാൻ കഴിയും.
ഗൂഗിൾ ജിയോയുമായി സഹകരിച്ചിട്ട് ഇന്ത്യയിൽ വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് ഗൂഗിൾ CEO പറഞ്ഞിരിക്കുകയാണ്. പോക്കോ X3 NFC എന്ന ഫോണിൻ്റെ ക്യാമറയുടെ DxOMarkന്റെ സ്കോർ പുറത്തുനിന്നിരിക്കുകയാണ്. 103 പോയിൻ്റാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. വിവോയുടെ പുതിയ ടാബ്ലറ്റിൻ്റെ ഇമേജ് ലീക്കായിരിക്കുകയാണ്. റെഡ് മാജിക് 6 Proയുടെ ഡിറ്റ്യൂരിയം ഫ്രണ്ട് ട്രാൻസ്പെറൻറ്റ് വെർഷൻ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 125 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 5599 യുവാനാണ്, അതായത് ഏകദേശം 63,700 രൂപ. MI Pad 5ൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ ടാബിൽ ഫിംഗർ പ്രിൻറ് സെൻസർ സൈഡിലായിരിക്കും വരിക, പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്. പിന്നെ ഇതിൽ LCD ഡിസ്പ്ലേ വരാനാണ് സാധ്യത. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ടാബിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ ടാബിൻ്റെ പിന്നിൽ 20+13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 8720 mAh ബാറ്ററി ആയിരിക്കും വരിക. സാംസങ് A22 4G എന്ന ഫോൺ ഇന്തോനേഷ്യ ടെലികോം വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 6.4 ഇഞ്ചിൻ്റെ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഹോണർ 50 സീരീസിൽ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ചാർജറിൻ്റെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. ഹോണർ 50 സീരീസിൽ 3 ഫോണുകൾ വരാനാണ് സാധ്യത. ഹോണർ 50, ഹോണർ 50 Pro, പിന്നെ ഹോണർ 50 Pro Plus. ഇതിൽ ഹോണർ 50 അതുപോലെ 50 Pro എന്നീ ഫോണുകളിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഹോണർ 50 Pro Plusൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറായിരിക്കും വരിക. സാംസങ് ടാബ് A7 ലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 8.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. ഇതിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22T എന്ന പ്രോസസ്സറാണ് വരുന്നത്. 5100 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറയും ഫ്രണ്ടിൽ 2 MP ക്യാമറയും വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് €160 ആണ്, അതായത് ഏകദേശം 14,150 രൂപ. ഐടെൽ A23 Pro എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. യൂണി SoC SC9832E എന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 GB റാം കൊടുത്തിട്ടുണ്ട്. 8 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 2 MP ക്യാമറയും ഫ്രണ്ടിൽ 0.3 MP ക്യാമറയുമാണ് വരുന്നത്. 2400 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 4999 രൂപയാണ്. പിന്നെ ഓഫറിൽ 3899 രൂപയ്ക്ക് മേടിക്കാവുന്നതാണ്. റിയൽമി X7 Max എന്ന ഫോൺ ഫ്ലിപ്കാർട്ടിലായിരിക്കും അവൈലബിൾ ആവുക എന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. മെയ് 31 ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ Dimensity 1200 എന്ന പ്രോസസ്സർ വരും. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ഏകദേശം 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. നൂബിയ റെഡ് മാജിക് 6R എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4200 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 2999 യുവാനാണ്, അതായത് ഏകദേശം 34,100 രൂപ. ഗൂഗിൾ പിക്സൽ 6 അതുപോലെ ഗൂഗിൾ പിക്സൽ 6 Pro എന്നീ ഫോണുകളിൽ ഗിംബൽ ലൈക്ക് സ്റ്റഡി ക്യാമറ വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ വീഡിയോ പെർഫോമൻസും മെച്ചപ്പെടുന്നതായിരിക്കും. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഗൂഗിൾ പിക്സൽ 6 Pro എന്ന ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഗൂഗിൾ പിക്സൽ 6ൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ 2 ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. റിയൽമി C25s എന്ന ഫോൺ ജൂണിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരും. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരും.
18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ വാട്ടർ ബ്ലൂ അതുപോലെ തന്നെ വാട്ടർ ഗ്രേ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. iQOO Z3 5G എന്ന ഫോൺ ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യയിൽ iQOOവും അതുപോലെ തന്നെ iQOO ഇന്ത്യ ഡയറക്ടറും ടീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരും. സ്നാപ്ഡ്രാഗൺ 768G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരും. 4400 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഓപ്പോ റെനോ 6 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓപ്പോ റെനോ 6 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. ഓപ്പോ റെനോ 6, ഓപ്പോ റെനോ 6 Pro പിന്നെ ഓപ്പോ റെനോ 6 Pro Plus. ഇതിൽ ഓപ്പോ റെനോ 6ൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക്കിൻ്റെ Dimensity 900 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4300 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 2799 യുവാനാണ്. അതായത് ഏകദേശം 31,800 രൂപ. പിന്നെ ഓപ്പോ റെനോ 6 Proയിലും അതുപോലെ തന്നെ ഓപ്പോ റെനോ 6 Pro Plusലും 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണുകളിലും വരുന്നത്. ഓപ്പോ റെനോ 6 Proയിലും മീഡിയാടെക്കിൻ്റെ Dimensity 1200 എന്ന പ്രോസസ്സറും ഓപ്പോ റെനോ 6 Pro Plusൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഓപ്പോ റെനോ 6 Proയിൽ 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോ റെനോ 6 Pro Plusൽ 50+16+13+2 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫോണുകളിലും 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പോ റെനോ 6 Proയുടെ വില വരുന്നത് 3499 യുവാനാണ്. അതായത് ഏകദേശം 39,800 രൂപ. ഓപ്പോ റെനോ 6 Pro Plusൻ്റെ വില വരുന്നത് 3999 യുവാനാണ്. അതായത് ഏകദേശം 45,500 രൂപ. OnePlus Nord N200 5G എന്ന ഫോൺ ഡെവലപ്മെൻറ്റിലാണെന്നാണ് റിപ്പോർട്ട്. ഇത് OnePlus Nord N100 എന്ന ഫോണിൻ്റെ സക്സസർ ആയിരിക്കും. OnePlus Nord CE എന്ന ഫോൺ ജൂൺ 10 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് OnePlus ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇത് OnePlus Nord N10 5G എന്ന ഫോണിൻ്റെ സക്സസർ ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വില OnePlus Nord എന്ന ഫോണിനേക്കാളും 2000 രൂപ കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ ഫോണിൻ്റെ പ്രീ ഓർഡർ ജൂൺ 11 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ജൂൺ 16 മുതൽ ഇതിൻ്റെ ഓപ്പൺ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ OnePlus TV U സീരീസ് ഈ ദിവസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 50, 55, 65 ഇഞ്ച് വെർഷൻസ് വരുന്നതായിരിക്കും. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വില വരിക 36,999 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. റെഡ്മി നോട്ട് 10 Pro 5G എന്ന ഫോൺ ഇന്ത്യയിൽ പോക്കോ F3 GT എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് പുതിയ റിപ്പോർട്ട്. മുമ്പ് റെഡ്മി K40 ഗെയിമിംഗ് എഡിഷൻ എന്ന ഫോൺ ഇന്ത്യയിൽ പോക്കോ F3 GT എന്ന പേരിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റെഡ്മി നോട്ട് 10 Pro 5G എന്ന ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ Dimensity 1100 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്.